CQISS, CQISS, Victor Uniform to Germany, radio mic listening. Julia Charlie. Echo 21, Echo Sherman Charlie. Echo 21, Echo Julia Charlie, CQLS. CQLS, Echo 21, Echo Julia Charlie. Echo 21, Echo Julia Charlie. Uniform to Germany, radio mic. Echo 21, Echo Japan Charlie 59. USL Corp, thank you very much. Selfie 3, good luck. നിങ്ങൾ ആദ്യം കേട്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അമേച്ചർ റേഡിയോ ട്രാൻസ്പോണ്ടർ വഴി VU2 GRM വിളിക്കുന്നതാണ്. പിന്നെ കേട്ടത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് മോഴ്സ് കോഡ് ബീക്കൺ NA1SS എന്ന മോഴ്സ് കോഡിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തായ്ലൻഡ് സ്റ്റേഷൻ ഏകദേശം 2700 കിലോമീറ്റർ ദൂരെയാണ്. എക്കോ 21 എക്കോ ജൂലിയറ്റ് ചാർലി VU2 GRM ആയിട്ട് ഒരു കോണ്ടാക്റ്റ് നടത്തുന്നതാണ് പിന്നെ കേട്ടത്. ഇതൊരു 31 ഡിഗ്രി എലിവേഷനുള്ള സ്പേസ് സ്റ്റേഷൻ്റെ പാസ്സായിരുന്നു. കിഴക്ക് വശത്ത് കൂടി രാവിലെ ഒരു 5:45 നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ടെറസിൽ പോയിട്ട് ഞാൻ സാധാരണ ഇപ്പോൾ അധികം സാറ്റലൈറ്റ് വർക്ക് ചെയ്യാറ് മോക്സോൺ യാഗി ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷേ അത് സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കണം, ഡയറക്ഷണൽ ആൻറ്റിനയാണല്ലോ. പക്ഷേ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, മടി പിടിച്ചിട്ട് CP22E VHF ആൻറ്റന ഉപയോഗിച്ചു. അത് എൻ്റെ റൂഫിൻ്റെ ഫുൾ ഹൈറ്റ് ഇല്ല, അതിൻ്റെ കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. ടെറസിലാണെങ്കിൽ അത് ഫസ്റ്റ് ഫ്ലോർ ടെറസിലാണ്, അതിൻ്റെ മുകളിലേക്ക് കുറേ ഭാഗത്തേക്ക് റൂഫും വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. എന്നിട്ടും എനിക്ക് VU2 GRMനെയും എക്കോ 21 എക്കോ ജൂലിയറ്റ് ചാർലിയും വളരെ നന്നായിട്ട് കേട്ടു. ഇത് സാറ്റലൈറ്റ് റിസപ്ഷന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ലിമിറ്റഡ് സെറ്റപ്പാണ്, അത് നിങ്ങൾക്കറിയാലോ. ശരിക്ക് സാറ്റലൈറ്റ് കിട്ടാൻ ബെസ്റ്റ് ഡയറക്ഷണൽ ക്രോസ് യാഗി ചിത്രത്തിൽ കാണിച്ചതിന് പോലെ അതിന് പിന്നെ അസിമ്യൂത്ത് എലിവേഷൻ റൊട്ടേറ്റർ. അസിമ്യൂത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറ്റാനുള്ളത്, എലിവേഷൻ എന്ന് പറഞ്ഞാൽ കുത്തനെ വെർട്ടിക്കൽ മേലോട്ടും താഴോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ 2 പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റൊട്ടേറ്ററും ക്രോസ് യാഗി 2 തരം എലമെൻറ്റ്സ് ഉള്ള VHF UHF രണ്ടും കൂടിയുള്ള ആൻറ്റന, ക്രോസ് ആയിട്ട് 2 സെറ്റ് എലമെൻറ്റ്സ് ഉണ്ട് അതിന്. അതാണ് ക്രോസ് യാഗി എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ബെസ്റ്റ്. പക്ഷേ നമ്മൾ ഭാഗത്ത് ഒരുപാട് പേരുടെ കയ്യിലുള്ള സിമ്പിളായിട്ടുള്ള CP22E VHF ആൻറ്റന ഉപയോഗിച്ചും സാറ്റലൈറ്റ് നന്നായിട്ട് കേൾക്കാൻ പറ്റും, വർക്ക് ചെയ്യാനും പറ്റും. ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അറിയിക്കാനും എല്ലാവരെയും സാറ്റലൈറ്റ് ഓപ്പറേഷന് പ്രോത്സാഹിപ്പിക്കാനുമാണ് ഞാനീ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ VU2 TNI ഹാമാണല്ലോ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ശുഭാൻഷു ശുക്ല നമുക്കെല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഏകദേശം അവർ സ്പേസ് സ്റ്റേഷനിൽ എത്തേണ്ട സമയമായി. അകത്തേക്ക് കയറാൻ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കയറുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ കാണാൻ പോകണം. അതിന് മുമ്പ് ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ VHF ആൻറ്റന എങ്ങനെയാണ് UHFൽ വർക്ക് ചെയ്യുന്നതെന്നല്ലേ. സാറ്റലൈറ്റിൻ്റെ ഡൗൺ ലിങ്ക്, അതായത് സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ഡൗൺ ലിങ്ക്
UHF-ലാണ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി 437.800 MHz-ലാണ്. അപ്പോൾ VHF ആൻറ്റന തേർഡ് ഹാർമോണിക്കിൽ നമുക്കറിയാം 7 MHz അമേച്ചർ റേഡിയോ ആൻറ്റന 21 MHz-ൽ അതായത് 15 മീറ്ററിലും വർക്ക് ചെയ്യുന്ന അറിയാം. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രിൻസിപ്പിളിലാണ് UHF-ൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റനയാണ്, എന്നിട്ട് പോലും സെലക്ഷൻ ഇല്ല, ഡയറക്ഷൻ ഇല്ല, എന്നിട്ട് പോലും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നന്നായിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് ഉണ്ട്, 5 വാട്ട് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ VHF റേഡിയോ പോലല്ല. VHF റേഡിയോ നമുക്ക് 5 വാട്ട് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അധികമൊന്നും കിട്ടില്ല റേഞ്ച്. പക്ഷേ ഇത് നേരെ മുകളിൽ നിന്നല്ലേ വരുന്നത്, ഇടയിൽ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ലല്ലോ. സാറ്റലൈറ്റ് 420 കിലോമീറ്റർ ഉയരത്തിലാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ആൻറ്റനയും സാറ്റലൈറ്റും തമ്മിൽ ഇടയിൽ ബിൽഡിങ്സോ മരങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് 5 വാട്ടായിട്ട് പോലും നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഞാൻ VU2 GRM-നെ കേട്ടു, ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തു. അത് ഞാൻ അടുത്ത ക്ലിപ്പ് ഇത് കഴിയുമ്പോൾ കാണിക്കാം. പിന്നീട് എക്കോ 21 എക്കോ ജൂലിയറ്റ് ചാർലിനെ ഞാൻ കേൾക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും സാറ്റലൈറ്റ് കുറേ താഴ്ന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകദേശം 1100 കിലോമീറ്ററോളം ദൂരത്തുമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ലോ മൗണ്ടഡ് വെർട്ടിക്കൽ ആൻറ്റന വെച്ചിട്ട് അവിടെ വരെ സിഗ്നൽ എത്തുമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല, അത് സാധ്യമല്ല. മോക്സോണി ആക്കി വെച്ചിട്ട് ഞാൻ എക്കോ 21 എക്കോ ജൂലിയറ്റ് ചാർലിനെ വർക്ക് ചെയ്യാറുണ്ട്, പല പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്ന ഓഡിയോ ക്ലിപ്പ് ഞാൻ ഈ പാസിൻ്റെ സാറ്റലൈറ്റ് പാസിൻ്റെ തുടക്കത്തിൽ VU2 GRM-നെ വർക്ക് ചെയ്തതാണ്. ആ സിഗ്നൽ അത്ര സ്ട്രോങ് അല്ല, നേരത്തെ കേട്ട അത്ര സ്ട്രോങ് അല്ല. അതെന്ന് വെച്ചാൽ പാസിൻ്റെ തുടക്കത്തിലായിരുന്നു. പിന്നെ ഡയറക്ഷണൽ ആൻറ്റന അല്ലല്ലോ, എന്നാലും കേൾക്കും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഓഡിയോ ക്ലിപ്പും കൂടെ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാകട്ടെ. സാറ്റലൈറ്റ് പ്രിവിലേജസ് ഉള്ള എല്ലാവരും സാറ്റലൈറ്റ് ഓപ്പറേഷന് ശ്രമിക്കണം. സെറ്റപ്പ് ഇല്ല എന്ന് പറയണതിൽ അർത്ഥമില്ല. കാരണം എനിക്കറിയാം ഇവിടെ ഒരുപാട് പേർക്ക് ഡുവൽ ബാൻഡ് റേഡിയോ ഉണ്ട്, ബേസ് സ്റ്റേഷൻ ഉണ്ട്, CP22 ഈ ആൻറ്റന ഉണ്ട്. പലർക്കും CP22 മാത്രമല്ല ഡുവൽ ബാൻഡ് ആൻറ്റനാസും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെറും VHF നെറ്റ് ചെക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാതെ കുറച്ച് സാറ്റലൈറ്റിലും കൂടെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ VU2 TNI 14 ദിവസം അവിടെ ഉണ്ടല്ലോ സ്പേസ് സ്റ്റേഷനിൽ, എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. കിട്ടിയാൽ വലിയ സന്തോഷം. Victor Uniform to Germany, radio, Mike calling in, but